അല്ല, അന്തോണി സാറെന്താ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ടം തിന്നണെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണം ഒരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ? എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിൽക്കോ? അതില്ല, ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ ಅವಸರ കിട്ടിയില്ല. ಇವನ್ ಎಲ್ಲಿ ಹೋಗಿದ್ದಾನೆ? ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ, സോംബേരി. ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിൽ ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല, സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും ಇಲ್ಲೇ ಇದೆಯಾ? ಊಟದಕ್ಕೆ 5 ಕೆಜಿ, ಬೇಳೆ ಅರ್ಧ ಕೆಜಿ, ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮೆಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ. ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ. നീലവ്വ, ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ. നീലവ്വ, മുന്തിരി. അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സായിട്ട് ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേര് മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. ನಿನ್ ಮಗನ? എന്റെ പുന്നാര മോൻ. ದೇವ್ರಿ, ಶರಣಪ್ಪ ಹೇಳಿದ್ ನಿಜಾನ? ನಿನಗ್ ಬೇರೆ ಮಗನ? ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ. ആൾ ഇനി ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ? അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കുക. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. അത് 7 രൂപ. ചേച്ചി, എനിക്ക് പൊട്ട് വേണം. ഇത് ഗസ്റ്റു 5 രൂപ. 5? ಹೌದು. പിന്നെ വാങ്ങിച്ചരാം. ചേച്ചി, എനിക്ക് പട്ടം വേണം. പട്ടം തലക്കൊരു പൊട്ടുന്നുണ്ടല്ലോ. ആലീസോ? വേടാ, എന്നെ തിരുമ്പോ ഞാൻ ഇല്ലാണ്ടാവും. ಎಷ್ಟು? 10 ರೂಪಾಯಿ. 10 ರೂಪಾಯಿ? ചേച്ചി, ഓടോകളിൽ വായിച്ചതാ ഫോട്ടോ പിടിച്ചാണോ തോന്നുന്നു. ആണോ? എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ പോയത് നോക്കാം.
അന്ന് ഫോട്ടോ പിടിച്ചാൽ തന്നെ അതേ ശബ്ദം. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്. ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരം സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങല്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ സാറിനൊരു രജിസ്റ്റർ ഉണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ ഇന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ. ചേഞ്ച് ഇല്ലല്ലോ. എന്റെ ഉണ്ട്. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ അയ്യോ സാർ സാർ, 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 സാർ ഞാൻ ശരിയായി. സാർ, 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 സാർ മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? സാർ 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 ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. സാർ സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. ദേ വീണ്ടും പോയി. സാർ ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ അല്ല സാർ. ಸರಿಯಾಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാണെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി. എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ എന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തി വെക്കുന്ന. ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. കേറ്. പെട്ടെന്ന് എനിക്കറിയോ? ആ, പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ. മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല, എനിക്ക് കിലാവും. ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാജ് എനിക്കൊന്നും അറിയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് കൊള്ളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് കൊള്ളിക്കാം. സാർ, ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? നീ എവിടേക്കാണ് ഇവിടെ നോക്കണേ? ഇവിടെ നോക്കണേ പെൺകോന്താ. മുന്തിരി, നീ ബേജാറാക്കി വിടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. ഇയാൾക്ക് തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? സാർ, ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ. ബാ, ആ കള്ളക്കാള വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനമാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരാം. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലുപിടിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ ഒന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി പ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ಒಳಗ್ ಬಂದ್ ಕೂತ್ಕೊಳ್ಳಿ, ಮಜ್ಜಿಗೆ ಕುಡಿಯೋಣ.
എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞ് തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. നോക്കിക്കോ. ನಿಮಗೇನಾಯ್ತು? ತಲೆ ಸುತ್ತತಾ?